ഓഫ് ദ ലാർജർ പാർട്ട് ഇതാണല്ലേ പറഞ്ഞിരിക്കുന്നത്. ട്വൈസ് മീൻസ് 2 ടൈംസ്. 2 ടൈംസ് മീൻസ് ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് വരും? 2 × x². ഇത് എങ്ങനെയാണ് എക്സീഡ്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്? എക്സീഡ്സ് എന്ന് വെച്ചാൽ മോർ ദാൻ. എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? സ്മോളർ പാർട്ടിൻ്റെ സ്ക്വയറിൽ നിന്നും 164 എക്സീഡ്സ് ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഈ ലാർജർ പാർട്ടിൻ്റെ കാര്യം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തിട്ട് കൊടുക്കാം? ഇവിടെ ഈക്വൽ സൈൻ ഇട്ട് കൊടുത്തിട്ട് സ്മോളർ പാർട്ടിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ സ്മോളർ പാർട്ട് എന്താണ്? 16 മൈനസ് എക്സ്, അതിൻ്റെ സ്ക്വയർ. അതിൽ നിന്നും എക്സീഡ്സ് മീൻസ് മോർ ദാൻ എന്ന് വെച്ചാൽ പ്ലസ് ചെയ്യുക. എത്രയാണ് എക്സീഡ്സ് ചെയ്യുന്നത്? 164. കണ്ടോ, നമ്മുടെ ഇക്വേഷൻ ഇവിടെ ഓക്കെ ആയി. മനസ്സിലായോ എങ്ങനെയാണെന്ന്? അതായത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ലാർജർ പാർട്ടിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ x², അതിൻ്റെ ട്വൈസ് എന്ന് പറയുമ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2x². അപ്പോൾ ഈ ലാർജർ പാർട്ട് എങ്ങനെയാണ് എക്സീഡ്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്? സ്മോളർ പാർട്ടിൻ്റെ സ്ക്വയറിൽ നിന്നും 164 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈക്വൽ സൈൻ ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ ഇതിങ്ങനെ എടുത്ത് എഴുതാനായിട്ട്. ഇനി ഇത് നമുക്കൊന്ന് സോൾവ് ചെയ്യാം. സോ അപ്പോൾ നമുക്കെല്ലാം ഇവിടെ ഓക്കെ ആയിട്ട് കിട്ടിക്കോളും. സോ 2x² is equal to, ഇതിനെ ഇങ്ങനെയാണ് നമ്മൾ എന്താണ് എക്സ്പാൻഡ് ചെയ്യേണ്ടുള്ളത്. ഇവിടെ നമ്മൾ a-b² ഐഡൻറ്റിറ്റിയാണ് യൂസ് ചെയ്യേണ്ടുള്ളത്. a² മൈനസ് 2ab പ്ലസ് b². ആ രീതിയിൽ വേണം നമ്മൾ ചേഞ്ച് ചെയ്ത് എഴുതാനായിട്ട്. സോ എ എന്ന് പറയുമ്പോൾ 16 ആണ്, അതിൻ്റെ സ്ക്വയർ മൈനസ് 2 × ab എന്ന് പറയുമ്പോൾ 16 × x പ്ലസ് b എന്ന് പറയുന്നത് x ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ പ്ലസ് 164. ഓക്കെ, ക്ലിയർ? Then 2x² is equal to 16ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും? 256. ഓക്കെ, അപ്പോൾ 256 മൈനസ് 2 × 16. 16 2s are എത്രയാണ്? 32 അല്ലേ. 32x പ്ലസ് x² പ്ലസ് 164. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാം. സോ അപ്പം 2x², നമ്മൾ ഈ പ്ലസ് x² നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്താകും? മൈനസ് x². അതായത് നമ്മൾ ഈ റൈറ്റ് സൈഡിലുള്ളതെല്ലാം നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് ട്രാൻസ്പോസ് ചെയ്യുകയാണേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ പ്ലസ് x² ഇവിടെ കൊണ്ടുവന്നപ്പോൾ മൈനസ് x². ഇനി മൈനസ് 32x നമ്മളിത് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പം പ്ലസ് 32x. പിന്നെ നമ്മൾ പ്ലസ് 256. ഓക്കെ, ആ നമ്പേഴ്സിനെ നമുക്ക് ഇപ്പോൾ തന്നെ അങ്ങ് എഴുതാം. അതായത് 256, പിന്നെ എന്താ ഉള്ളത്? 164. സോ ഇത് തമ്മിൽ നമുക്ക് മൈനസ് ചെയ്യാമല്ലോ, കാരണം എന്താണ്? ലൈക്ക് ടേംസ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ 2 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. സോ 2 മൈനസ് 1 1x². 1x² എഴുതത്തില്ല, x² എഴുതത്തുള്ളൂ. പ്ലസ് 32x is equal to, നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടും കൂടി തമ്മിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 420 എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഈ 420നെ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യാം. അപ്പോൾ x² പ്ലസ് 32x മൈനസ് 420 is equal to 0. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം മെത്തേഡ് വഴി നമ്മൾ ഇതിൻ്റെ ഫാക്ടേഴ്സ് കണ്ടെത്തണം. സോ അതാണ് ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോണത്. അപ്പോൾ ഇങ്ങനെ ഇത് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം മെത്തേഡ് ചെയ്യേണ്ടുള്ളത് നമ്മുടെ ലാസ്റ്റ് ടേമായ മൈനസ് 420 ഇൻറ്റു ഫസ്റ്റ് ടേമിൻ്റെ കോഫിഷ്യൻറ്റ് അതെന്താണ്? 1 is equal to എന്ത് കിട്ടും? മൈനസ് 420. ഇനി നമ്മൾ രണ്ട് നമ്പേഴ്സ് ചൂസ് ചെയ്യുക. അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മൈനസ് 420 ആയിരിക്കും. അതിൻ്റെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതായി നടുക്ക് കിടക്കുന്ന എക്സിൻ്റെ കോഫിഷ്യൻ്റ് ആയ പ്ലസ് 32 ആയിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള രണ്ട് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ആയിരിക്കും? നമുക്ക് എന്താണ് 42 × 10 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 420 എന്ന് കിട്ടുന്നുണ്ട് അല്ലേ. ഓക്കെ, അതേപോലെ നമ്മൾ 42ൻ്റെ കൂടെ 10 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും 32 എന്ന് കിട്ടില്ല. പക്ഷേ ഇത് തമ്മിൽ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 32 എന്ന് കിട്ടും. അപ്പോൾ ഇത് തമ്മിൽ എങ്ങനെയാണ് നമ്മൾ മൈനസ് ചെയ്യേണ്ടുള്ളത്? എന്ത് ചെയ്യണമെന്ന് അറിയാമോ? അതായത് ഇവിടെ ഡിഫറെൻറ്റ് സൈൻസ് കൊടുത്താൽ നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇത് രണ്ടും കൂടി തമ്മിൽ നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ പ്ലസ് 32 ആയതുകൊണ്ട് നമ്മൾ മൈനസ് സൈൻ കൊടുക്കേണ്ടുള്ളത് 10നും പ്ലസ് സൈൻ കൊടുക്കേണ്ടുള്ളത് 42നുമാണ്. കാരണം നമ്മൾ എപ്പോഴും മൈനസ് ചെയ്തിട്ട് ഗ്രേറ്ററിൻ്റെ സൈനാണ് നമ്മൾ ആൻസറിന് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഗ്രേറ്റർ നമ്പറിന് നോക്കി നമ്മൾ പ്ലസ് സൈൻ ഇട്ട് കൊടുത്തത്. ഓക്കെ, നമ്മൾ പ്ലസ് 42 ഇൻറ്റു മൈനസ് 10 ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് 420 ആണ് വേണ്ടുള്ളത്. അത് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ നമ്പേഴ്സ് ഏതൊക്കെയാണ്? പ്ലസ് 42ഉം മൈനസ് 10ഉം. പിന്നെ 32ൻ്റെ കൂടെ എക്സ് വേരിയബിൾ കിടക്കുന്നതുകൊണ്ട് നമ്മൾ നമ്പേഴ്സ് എഴുതുമ്പം പ്ലസ് 42x എന്നും മൈനസ് 10x എന്നും വേണം എഴുതാനായിട്ട്. സോ അപ്പോൾ നമുക്ക് x², അപ്പോൾ ഇതിനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ എന്താ കൊടുക്കേണ്ടുള്ളത്? പ്ലസ് 42x പിന്നെ എന്താണ്? മൈനസ് 10x.
പിന്നെ ബാലൻസ് ഉള്ളത് അതേപോലെ -420 ഇസ് ഈക്വൽ ടു 0. ഇനി എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടി തമ്മിൽ ഗ്രൂപ്പ് ചെയ്യണം, ഇത് രണ്ടും കൂടി തമ്മിൽ ഗ്രൂപ്പ് ചെയ്യണം. സോ അപ്പോൾ ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് എടുക്കാനുള്ളത് എന്താണ്? അതായത് ഫാക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇത് എക്സ് ഇൻറ്റു എക്സ് ആണ്, ഇവിടെ എന്ന് പറയുമ്പോൾ 42 ഇൻറ്റു എക്സ്. അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് എന്താണ്? എക്സ്. സോ അപ്പോൾ എക്സിനെ നമ്മൾ കോമൺ എടുത്തു, ഇവിടെ ബാലൻസ് എക്സ് ഉണ്ട്, ദെൻ പ്ലസ് ഇവിടെ എന്തുണ്ട്? ബാലൻസ് 42. ഇനി ഇവിടെ രണ്ട് നെഗറ്റീവ് സൈൻ ആയതുകൊണ്ട് സൈൻ നമുക്ക് ലാസ്റ്റ് ഇടാവേ. ഇതിൻ്റെ ഫാക്ടർ എന്ന് പറയുമ്പോൾ 10 ഇൻറ്റു എക്സ്, ഇതിൻ്റെ ഫാക്ടർ എന്ന് പറയുമ്പോൾ 42 ഇൻറ്റു 10. സോ രണ്ടിടത്ത് കോമൺ എന്തുണ്ട്? 10 ഉണ്ട്. സോ നമ്മൾ 10നെ കോമൺ എടുത്തു. ഇനി ബാലൻസ് ഇവിടെ എക്സ് ഉണ്ട്, ലാസ്റ്റ് ഇടാവേ സൈന്. ഇവിടെ ഇനി ബാലൻസ് എന്താ ഉള്ളത്? 42 ഇസ് ഈക്വൽ ടു 0. ലാസ്റ്റ് ഇടാമെന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ രണ്ട് മൈനസ് സൈൻ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ സൈൻ ഇടുമ്പോൾ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴും ആലോചിച്ച് വേണം, നമ്മുടെ ഫസ്റ്റ് ബ്രാക്കറ്റിൽ എന്താണോ അത് തന്നെ സെക്കൻഡ് ബ്രാക്കറ്റിലും വരത്തുള്ളൂ. എക്സ് ഇവിടെ 42, ഇവിടെ എന്ത് സൈനാ? പ്ലസ് സൈൻ. അത് നോക്കി നമ്മളങ്ങ് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി ഇവിടുത്തെ സൈൻ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടുള്ളത്? 10 ഇൻറ്റു എക്സ് നമ്മൾ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10x. നമ്മുടെ ക്വസ്റ്റ്യനിൽ 10xൻ്റെ സൈൻ എന്താണ്? മൈനസ്. അത് നമ്മളിവിടെ ഇട്ട് കൊടുക്കുക. ക്ലിയർ? നിങ്ങൾ നോക്കിക്കേ, -10x കണ്ടോ? മൈനസ് ഇൻറ്റു പ്ലസ് എന്താ ഇവിടെ വന്നത്? മൈനസ് ഇൻറ്റു പ്ലസ് എന്താണ്? മൈനസ് അല്ലേ? ഇവിടെയും മൈനസ് തന്നെയല്ലോ. 10 ഇൻറ്റു 42 420. ക്ലിയർ? അല്ലാതെ നമ്മൾ സൈൻ ആദ്യമേ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ തെറ്റിക്കും. ഇനി കോമൺ ആയിട്ടുള്ളത് എന്താണ്? എക്സ് പ്ലസ് 42. ഇനി ബ്രാക്കറ്റിൽ അല്ലാതെ കിടക്കുന്നത് എക്സ് മൈനസ് 10 ആണ്. അതിനെ നെക്സ്റ്റ് ബ്രാക്കറ്റിലാക്കുക, ഇസ് ഈക്വൽ ടു 0. ഇനി ഓരോ ഫാക്ടറും ഇസ് ഈക്വൽ ടു എന്തെന്നും പറഞ്ഞ് എടുക്കുക? 0 എന്ന് പറഞ്ഞിട്ട് എടുക്കുക. അടുത്തത് എക്സ് മൈനസ് 10 ആണ് ഫാക്ടർ, അതും ഈക്വൽ ടു 0 എന്നും പറഞ്ഞ് എടുത്തു. ഇനി നമുക്ക് ഇതിൽ നിന്നും എക്സിൻ്റെ വാല്യൂ കണ്ടെത്താം. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 0 പ്ലസ് 42നെ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ -42. സോ എക്സ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? -42. അതേപോലെ ഇവിടെയും എക്സ് ഇസ് ഈക്വൽ ടു 0, -10 ഇവിടെ വരുമ്പോൾ +10. സോ എക്സ് ഇസ് ഈക്വൽ ടു എന്താണ് വരുന്നത്? 10. സോ ഇപ്പം നമ്മൾ ഈ എക്സ് എന്നും എടുത്തിരിക്കുന്നത് എന്താണ്? ലാർജർ പാർട്ടിനെയാണ് നമ്മൾ എക്സ് എന്നും പറഞ്ഞ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സിന് ഇപ്പോൾ രണ്ട് വാല്യൂ ഉണ്ട്, -42ഉം 10ഉം. നമ്മൾ ഇതിൽ ഏത് ചൂസ് ചെയ്യും? നമ്മൾ ആദ്യമേ പറഞ്ഞു ലാർജർ പാർട്ടാണ് എക്സ്. ലാർജർ പാർട്ട് ഒരിക്കലും നെഗറ്റീവിൽ വരില്ല അല്ലേ, അത് വെറും ചെറുതാണ്. അപ്പോൾ നമ്മൾ ഏതാണ് ചൂസ് ചെയ്യേണ്ടുള്ളത്? 10 വേണം ചൂസ് ചെയ്യാൻ. കാരണം നമുക്ക് എക്സിന് -42ഉം അല്ലെങ്കിൽ നമുക്ക് 10ഉം ആണ് കിട്ടിയത്. സോ -42 എന്ന് പറയുമ്പോൾ ലാർജർ പാർട്ടിന് യോജിക്കുന്നതല്ല, അതുകൊണ്ടാണ് നമ്മൾ 10 എടുത്തത്. സോ അപ്പോൾ നമ്മുടെ ലാർജർ പാർട്ട് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ്? 10 ആണ്. അപ്പോൾ സ്മോളർ പാർട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുത്തിരുന്നത് എന്തായിരുന്നു? 16 മൈനസ് എക്സ് അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം 16 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 16 മൈനസ് 10. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 6. അപ്പം നമ്മളോട് നമുക്കപ്പം ആൻസർ കിട്ടിക്കഴിഞ്ഞു അല്ലേ? ലാർജർ പാർട്ട് 10ഉം സ്മോളർ പാർട്ട് 6ഉം. അതായത് 10ഉം 6ഉമാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? റിക്വേർഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത്, റിക്വേർഡ് വൺസ്. അതായത് ഇതേ നിങ്ങൾ നോക്കിക്കേ, നമ്മൾ പറഞ്ഞു 16 നമ്മൾ 2 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് നമുക്കിവിടെ ചെയ്ത് നോക്കിയപ്പോൾ ഏതൊക്കെയാണ് കിട്ടിയത്? 10ഉം അതേപോലെ 6ഉം. 10 + 6 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 16 കിട്ടുന്നില്ലേ? അപ്പോൾ നമുക്ക് കിട്ടിയത് കറക്റ്റ് അല്ലേ? മനസ്സിലായ എൻ്റെ മക്കൾസിന്? സോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.